എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിംഗപ്പൂരിൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് അത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഐറ്റം ലോബ്സ്റ്ററാണ്. ഇതാ ജീവനുള്ളത് ഇതിൽ നിന്ന് എടുക്കുക ചെയ്തത്. ഇവനെയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ ലോബ്സ്റ്ററാണ് നമ്മൾ കഴിക്കാൻ പോണത്. ഹൗ മെനി ഗ്രാം? 400 ഗ്രാമുള്ള ഒറ്റ ലോബ്സ്റ്ററാണ് നമ്മൾ മേടിച്ചേക്കണത്. അപ്പോൾ ഐറ്റം കണ്ടില്ലേ? അപ്പോൾ ഇവരെ നമുക്ക് അടിക്കാം. ഓക്കെ ഓക്കെ. ഇവരെന്ത് ചെയ്യണതൊന്ന് Like the chili prawn, but I do the lobster for you, like this. Okay? This one? Hot plate sizzling. Okay. Okay? Yeah. Okay. Hi, 有干。Hi. 我要炸那个龙虾，还要直播一下。我还要直播，等一下啊。就是我直播。Okay. I do for you. 别在那边做那个龙虾是铁板香辣虾。啊，铁板香辣龙虾。അപ്പോൾ നമ്മൾ അവരുടെ കിച്ചണിലെത്തി. കട്ട് ചെയ്യണ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്ററാണ് നന്നാക്കി കഴിഞ്ഞ്. ലോബ്സ്റ്ററിനെ ഇത് നന്നാക്കി നുറുക്കി കഴിഞ്ഞ് കഴുകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. സിംഗപ്പൂരിലൊരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ് അവിടെ നമ്മളിപ്പോൾ ഉള്ളത്. അവരുടെ കിച്ചണിലാണ് ഉള്ളത്. നമ്മൾ ആവശ്യം അറിയിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അവരത് ചെയ്യുന്ന രീതിയൊക്കെ കാണാം. എല്ലാ സാധനങ്ങളും കുക്കിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പാകത്തിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലോബ്സ്റ്റർ ഫ്രൈ ഇവിടെ എത്തിക്കഴിഞ്ഞു. ലോബ്സ്റ്റർ ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു പാനിൻ്റെ ചൂട് കൊണ്ട്. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കഴിച്ചാൽ മതി. നമ്മളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞൊടിയിടയിൽ പരിപാടികൾ കഴിഞ്ഞ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വലുതാകുമ്പോൾ ലോബ്സ്റ്റർ വലുതാകുമ്പോൾ തോടിന് കട്ടി കൂടുതലായിരിക്കും.
നമ്മൾ ഞണ്ട് തിന്നുമ്പോൾ ഞണ്ടിനൊക്കെ തോട് നമ്മൾ കടിച്ചു മുറിച്ച് കഴിക്കണ പോലെ കഴിക്കണം. തോടിന് കട്ടി കൂടുതലാണ്, ബാക്കിയെല്ലാം വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതാ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ആയിട്ട് ഇതാ നല്ല മീറ്റാണ്, നല്ല എരിവുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് സാധനം. ഓക്കെ, ഓരോരോ പുതുമുള്ള സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിക്കണതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നും ഇതൊക്കെ തന്നെയാണ് കഴിക്കുക, അങ്ങനെയല്ല. വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ സാധാരണ കടയിൽ ചെന്നിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലല്ലോ. അപ്പോൾ കഴിക്കലുമായി ആ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യലുമായി. അത് നാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതെവിടെയും കാണണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെങ്കിലും അല്ലെങ്കിൽ രണ്ടാമതും ചിന്തിക്കാതെ നിങ്ങൾക്ക് കഴിക്കാവോ, അന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അന്നൊരു ലോബ്സ്റ്റർ ആവാം, അല്ലെങ്കിൽ മറ്റേ ശംഖാവാം, ഞവണിക്കാവാം, അങ്ങനെ എന്തും ആവാം. അങ്ങനെ ഒരു 20 മിനിറ്റ് നേരം കൊണ്ട് ആ നമ്മുടെ കുക്ക് ചെയ്ത ഐറ്റം കഴിച്ച് തീർത്തിട്ടുണ്ട് ഭംഗിയായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഏതാനും കാലുകൾ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച ഐറ്റം ഇതായിരുന്നു, ലോബ്സ്റ്റർ ആയിരുന്നു. ഇതിനവർ ചാർജ് ചെയ്തത് $49 ആയിരുന്നു കേട്ടോ ചാർജ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇത്ര നേരം കഴിച്ചിരുന്ന കട. ഭക്ഷണം കഴിച്ച കടയുടെ അകത്തുള്ള കാഴ്ചകളാണ്. ഒരു വലയിൽ കുടുങ്ങിയ രീതിയിൽ ശംഖ്, ഞണ്ട്, ചെമ്മീൻ, അതായത് ലോബ്സ്റ്റർ എല്ലാവരും അങ്ങനെ കുടുങ്ങിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് വിശാലമായിട്ടുള്ള കളക്ഷൻ കാണാം, ലോബ്സ്റ്ററിൻ്റെ കളക്ഷൻ. അക്കൂരത്തിൽ ലൈവാണ് എല്ലാവരും. ലോബ്സ്റ്ററുണ്ട്, താഴെ ഞണ്ടുകളുണ്ട്, ഞണ്ടുകളെ കാണാൻ പറ്റും താഴെ. പിന്നെ പലതരത്തിലുള്ള മീനുകളെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം അവർ നമുക്ക് ചെമ്മീനുകളുണ്ട്, ടൈഗർ പ്രോൺസ്, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണ്ട മീനുകളൊക്കെ. ഇതൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ റെഡിയാക്കി തരും കേട്ടോ. നമുക്ക് പിടിച്ച് അതെല്ലാനും അതിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ പൊരിച്ചും കരിച്ചും എങ്ങനെ വേണമെങ്കിലും തരുവാനത്. അതുപോലെ തന്നെ ഓയിസ്റ്റർ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ക്ലോസിങ് ടൈമായി, ഞാനൊരാൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇതായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കടയിലെ വിശേഷങ്ങൾ. സിംഗപ്പൂരിൽ നമ്മൾ ഇത്ര നേരം കഴിച്ചിരുന്ന കടയും അതിന് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പുറത്തുനിന്നുള്ള കാഴ്ച. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ നല്ല നല്ല കാഴ്ചകൾ, ഓരോ രാജ്യത്തെ കാഴ്ചകൾ, യാത്രാവിശേഷങ്ങൾ, ഭക്ഷണത്തിൻ്റെ കുറിച്ചുള്ള പുതിയ അറിവുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുമായിട്ട് എൻ്റെ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാരിസ് അമീർ അലി എന്ന പേജിൽ വന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് താഴെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ഫോളോയിങ് ബട്ടൺ ലഭ്യമാണ്. അതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.